പാലക്കാട് എരുമയൂരിൽ SBI ബാങ്കിൽ യുവാവിന്റെ പരാക്രമം. ബാങ്കിലെ ചില്ലുകളും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു. യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് എന്താണ് സംഭവം? ഇയാൾ എന്തിനാണ് ഇങ്ങനെ അക്രമാസക്തനായത്? 10 വർഷമായി മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ് എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ എരുമയൂർ SBI ബ്രാഞ്ചിലാണ് ഉള്ളത്. ഇദ്ദേഹം രാവിലെ ഒരു 11:30 ഇവിടേക്ക് വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവും കൂടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ഒക്കെ പിൻവലിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കൗണ്ടിൽ അത്ര പണം ഇല്ല എന്ന് കണ്ടപ്പോൾ പിതാവുമായി തർക്കിക്കുന്നു. പിന്നീട് ഇതെല്ലാം തന്നെ അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടപാടുകാരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പിടിച്ചു മാറ്റി. യുവാവിൻ്റെ കൈക്ക് ചെറിയ രീതിയിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ കീഴടക്കാൻ കഴിഞ്ഞു. ആ കമ്പ്യൂട്ടറൊക്കെ പൂർണ്ണമായി അടിച്ചു തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും എരുമയൂർ ആലത്തൂർ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയിട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. SBI ഈ വിഷയം അവരുടെ ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പ്രതികരണം ചോദിച്ചപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാഥമികമായി അവർ മനസ്സിലാക്കുന്നത് ആ അക്കൗണ്ടിൽ അത്രയധികം പണം ഇല്ല, അത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പ്രകോപിതനാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യുവാവാണ്. അദ്ദേഹം 10 വർഷമായി ഇത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് ബാങ്കിൻ്റെ പരാതികളടക്കമുള്ള കാര്യങ്ങൾ ചെന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആലത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പാലക്കാട് നിന്നാണ് വിവരങ്ങൾ നൽകിയത്.